നമസ്കാരം, ഇത് IBN മലയാളം. രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെടിയേറ്റ് വീണു മരിച്ച നിരവധി നിഷ്കളങ്കർ, അവരുടെ ഉറ്റവർ, ഉടയവരുടെ എല്ലാം കണ്ണീരും വിലാപവും മുന്നിൽ നിൽക്കുമ്പോഴും അതെല്ലാം രാഷ്ട്രീയ ഭേദമെന്ന് പറഞ്ഞ് മെഴുകുകയാണ് കുറേയധികം പേർ. പേര് ചോദിച്ച് മുസ്ലിം എല്ലാം അറിഞ്ഞയുടൻ തന്നെ തൽക്ഷണം വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ ഭീകരരെ സംരക്ഷിക്കുന്ന, അവരെക്കുറിച്ച് ഒരക്ഷരം എതിർത്തു പറയാതെ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ചുമലിൽ വെച്ച് കയ്യും കെട്ടി നിന്ന് ആസ്വദിക്കുന്ന നിഷ്ക്രിയർ. ഇന്ത്യയിൽ ഭീകരാക്രമണം അടക്കമുണ്ടാവുമ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയരുന്നൊരു വാദമാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവരുടെ പേരുകൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതെല്ലാം സംഘപരിവാറുകാരാണെന്ന്. ഇതിനായി 24 പേരുടെ ലിസ്റ്റും വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി കറങ്ങാറുണ്ട്. ഇപ്പോൾ കാശ്മീർ പഹൽഗ്രാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നതും ഇത് മോദി സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും പദ്ധതി എന്നതാണ്. ലിസ്റ്റിലെ 24 ഹിന്ദു നാമധാരികളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്: സേജൽ കപൂർ, ആരോഹി അലോക്, അതിഥി ആരുൺ, അതിഥി അഗർവാൾ, അനാമിക ശർമ്മ, ദിവ്യ ചന്ദൻ റോയ്, നേഹ ശർമ്മ, പൂജ രഞ്ജൻ, നിഷാന്ത് അഗർവാൾ. ഈ 9 പേരുകളും പാക് ചാരന്മാർ ബ്രഹ്മോസ് എയറോസ്പേസിലെ ശാസ്ത്രജ്ഞരെ കുടുക്കാനുണ്ടാക്കിയ സോഷ്യൽ മീഡിയ പേരുകളാണ്, അല്ലാതെ യഥാർത്ഥ വ്യക്തികളല്ല. അടുത്തത് നന്ദലാൽ മഹാരാജ്, ഇയാൾ പാകിസ്ഥാൻ സ്വദേശിയാണ്. അടുത്തത് പ്രദീപ് കുൽക്കർ, ഇയാൾ സാറാദാസ് ഗുപ്ത എന്ന പേരിൽ വന്ന പാക് ചാരന്റെ ഹണി ട്രാപ്പിൽ പെട്ട വ്യക്തിയാണ്. അടുത്തത് ബോധ്രാജ് ലാബാശങ്കർ മഹേശ്വരി, ഇയാൾ അഭയാർത്ഥി ചമഞ്ഞ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ചാരനാണ്. അടുത്തതായി രാജ ജയചന്ദ്ര, അംബി കുമാർ, ജയാജറോ സന്ധ്യ, രാജാ മൻസി, ഖാനേജി. ഈ 5 പേരും ആരാണെന്ന് പോസ്റ്റ് ഉണ്ടാക്കിയ മഹാനോട് നിങ്ങൾ തീർച്ചയായും ചോദിക്കണം. എല്ലാം ചരിത്ര കഥാപാത്രങ്ങളാണ്. അടുത്തതായി സതീന്ദ്ര ശിവാർ, പ്രവീൺ മിശ്ര, അഭിഷേക് ശോഭനർ. ആരാണെന്ന് തെളിവുകൾ പോലും ഇല്ല. അടുത്തതായി ദീപക് പി ശ്രീനിഷ്. എനിക്കാകപ്പാട് അറിയാവുന്ന ശ്രീനിഷ് പേളി മാണിയുടെ ഭർത്താവാണ്. അതായത് ഗൂഗിൾ സെർച്ചിൽ എവിടെയും ഇവർ ഉൾപ്പെട്ട ചാരക്കേസുകളെ കുറിച്ച് പറയുന്നില്ല. ഇനി ഇന്ത്യയിൽ നടന്ന ഏതാനും ചാരക്കേസുകളിൽ ഹിന്ദു നാമധാരികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരൊന്നും സംഘപരിവാറിന്റെ ആളുകളായിരുന്നില്ല. ISAക്ക് ഇന്ത്യയിലും റോയ്ക്ക് പാകിസ്ഥാനിലും നിരവധി ഏജന്റുകളുണ്ട്. ഏജന്റുമാരെ തീരുമാനിക്കുന്നത് മതവും രാഷ്ട്രീയവും നോക്കിയല്ല, മറിച്ച് പണമാണ് ഇവിടെ പ്രധാനം. മൊസാദൊക്കെ ഹമാസ് നേതാക്കളുടെ മക്കളെ പോലും പണം കൊടുത്ത് ചാരന്മാരാക്കിയിട്ടുണ്ട്. അതായത് ചാരപ്രവൃത്തിയിൽ ആകെ പ്രധാനം പണവും സംരക്ഷണവുമാണെന്നിരിക്കെ ഇതിന്റെ എല്ലാം പിറകിൽ സംഘപരിവാർ ആണെന്ന കുപ്രചാരണമാണ് ഇസ്ലാമിസ്റ്റുകളും ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകളും നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി പറയുന്നത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ ജനങ്ങൾ ദുഃഖിതരാണ് എന്നാണ്. അല്ലെങ്കിലും ഭാരതത്തിന് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ നാടിനോടൊപ്പം നിന്ന ചരിത്രം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കില്ല. ഭീകരാക്രമണം നടക്കുമ്പോഴും അതിഗംഭീരമായി കേരളത്തിലെ AKG സെന്ററിന്റെ ഉദ്ഘാടനവും നടത്തി അവർ പിരിഞ്ഞു. മറ്റൊരു കൂട്ടരുണ്ട് മതേതരത പട്ടം ചമഞ്ഞ് എല്ലാ പാർട്ടികളിലും കടന്നുകൂടിയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ. പാകിസ്ഥാനെയോ ഇസ്ലാമിക തീവ്രവാദികളെയോ പേരെടുത്തു പറഞ്ഞ് നോവിക്കുകയോ പോലും ചെയ്യാത്ത തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞ് വൈറ്റ് വാഷ് അടിക്കുന്നവർ. മറ്റു ചിലർ ചാനൽ ചർച്ചകളിലടക്കം ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് നടക്കുന്നു. എന്തായാലും ഒരു കാര്യം പറയാം, ശത്രു രാജ്യത്തിനെതിരെ ഒരു യുദ്ധമുഖം തുറക്കേണ്ടി വന്നാൽ ഒരേ സമയം അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ ഒരുമിച്ച് നേരിടേണ്ടി വരുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യമായിരിക്കും ഇന്ത്യ. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. അത് ഡ്രസ് ആയാലും, ഫുഡ് ആയാലും, ടോയ്സ് ആയാലും, ഈവൻ എഡ്യൂക്കേഷൻ ആയാലും. 1.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് കിൻഡർ ഗാർഡൻ കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ നൽകുന്നത്. ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ മറ്റേതൊരു ടൈമിനേക്കാളും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. സോ ഏർലി പ്രൊഡക്റ്റീവ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടൈം കിഡ്സിന്റെ പ്രീ സ്കൂളിങ്ങിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലേ ഗ്രൂപ്പ്, നഴ്സറി, LKG, UKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ഡേ കെയർ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. 7736106346 9495233154. ന്യൂസ് ഡെസ്ക് IBN മലയാളം.